അത് ഒരാളുടെ കോൺഫിഡൻസ് ലെവലാണ്. ഞാൻ പിന്നെ എസ്പെഷ്യലി എടുത്ത് പറയുന്നുണ്ട്, മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഔട്ട്സ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് മലയാളം ആർട്ടിസ്റ്റ്. പിന്നെ എല്ലാവരും പല ഏരിയയിൽ ടൈപ്പ് കാസ്റ്റഡായി പോയിട്ടുണ്ട്, ഞാനടക്കം. ഇപ്പോൾ പോലീസ് ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്യണം, നമുക്കൊക്കെ ഓരോരുത്തർക്കും ഒരു ബ്രേക്ക് ഉണ്ടാവുകയെന്ന് പറയില്ലേ, ആ രീതിയിൽ പലർക്കും ബ്രേക്ക് ഉണ്ടാവേണ്ടതായിട്ടും ഉണ്ട്, ഇനിയുമുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, പലർക്കും ബ്രേക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ഇതാണെന്ന് വെച്ചാൽ ഇപ്പോൾ പോലീസാണ് ഇന്ന ആൾ, പോലീസാണ് മറ്റേ ഇതിനാണ് ഇന്ന ആൾ, ഇതിന് ഇന്ന ആൾ എന്നിട്ട് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സാധനമുണ്ട്, അത് ബ്രേക്ക് ചെയ്യണം. അതിപ്പോൾ ഈ സിനിമ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ രഞ്ജിയേട്ട പല സിനിമകളും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ ബ്രേക്ക് ചെയ്യുമ്പോൾ ജഗദീഷിൻ്റെ ഒരു സാധനം ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നല്ല ഒരു മൂവിയിൽ. കുട്ടേട്ടൻ്റെ കുട്ടേട്ടൻ്റെ എനിക്കൊന്ന് പിള്ളേച്ചൻ എന്ന കുട്ടേട്ടൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ക്യാരക്ടറായിരിക്കും. ഇതിൽ ഇന്ദ്രൻ സേട്ടൻ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും ഞാൻ പറ്റും. ഇപ്പോൾ ഈ കവിത വന്ന് ചെയ്തു, പ്രിയങ്ക ചെയ്തു, പാർവതി ചെയ്ത ഓരോ സിംഗിൾ റോളും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു എന്ന് പറയില്ലേ. അപ്പോൾ ഞാൻ ഭാര്യ പൊഴുത്തി പറയേണ്ടത് എനിക്കല്ലേ, ഡെഫിനറ്റ്ലി ദാറ്റ്സ് രഞ്ജിത്ത്. പുള്ളിയാണ് അതിൻ്റെ ഒരു ഡിസിഷൻ എടുത്തു, പുള്ളിയാണ് അത് എക്സിക്യൂട്ട് ചെയ്തു, എല്ലാവർക്കും ഒരു കംഫർട്ട് സോൺ കൊടുത്തു. സിനിമ ഇപ്പം നന്നായി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ക്രെഡിറ്റും രഞ്ജിത്തിന്. ഞാൻ അത് വലിയൊരു പ്രിവിലേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മമ്മൂക്കയോ ലാലേട്ടനെ ഇവരൊക്കെ അപ്രോച്ച് ചെയ്തൊരു സിനിമ എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റിയില്ലേ, അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അത് എൻ്റെ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതുകൊണ്ടായിരിക്കും ചെയ്യാൻ പറ്റാത്തത്. എന്നിലേക്ക് വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആസ് ആൻ ആർട്ടിസ്റ്റ് രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു രഞ്ജിത്ത് സിനിമ ചെയ്യാൻ കൊള്ളാമെന്ന് ആഗ്രഹമുള്ള എല്ലാ ആർട്ടിസ്റ്റിനെ പോലെയും ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് രഞ്ജിത്തിൻ്റെ ഫിലിം ചെയ്യാൻ. കാരണം പുള്ളിക്ക് നന്നായിട്ട് ആർട്ടിസ്റ്റിനെ യൂസ് ചെയ്യാൻ അറിയാം, അങ്ങനത്തെ കഥകളുണ്ടാവും, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും രഞ്ജിത്ത് സിനിമ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്. അത് ലീലയാണെന്നുണ്ട്. അപ്പോൾ ആദ്യം വേറൊരു സബ്ജക്റ്റാണ് പ്ലാൻ ചെയ്തത് ഞങ്ങൾ. സബ്ജക്റ്റ് ചേട്ടൻ ഒരു യാത്ര പോയിട്ട് തിരിച്ചു വന്നു. ഇവിടെ ആ കഥ വേണ്ട, നമുക്ക് ലീല ചെയ്യാം, നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ ലീല ഡെഫിനറ്റ്ലി ചെയ്യണമെന്ന് ചേട്ടാ, കാരണം എന്നിലേക്ക് വന്നു എന്ന് തിരിച്ചറിഞ്ഞു ഞാൻ അത് ചെയ്യാൻ. പക്ഷേ എനിക്ക് ഫസ്റ്റ് സംസാരിക്കേണ്ടത് എൻ്റെ വൈഫിനോടാണ്. ഞാൻ ചോദിച്ചു, നീ വായിച്ചിട്ടുണ്ടോ ലീല? ഞാൻ വായിച്ചിട്ടുണ്ട്. ചോദിച്ചു, ഞാൻ അതാണ് ചെയ്യണം, അപ്പം നീ ചേട്ടാ അതാണ് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അയ്യോ ബിജു ചെയ്യണം, ബിജു ഔട്ട്സ്റ്റാൻഡിങ് സാധനമാണ്, ബിജു ചെയ്യണം, മെസ്സി അല്ലേ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ സോ കോൾ കോൺട്രവേഴ്സീസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമ എങ്ങനെ, ഈ ചെറുകഥ എങ്ങനെ സിനിമയാക്കും, ഇതെങ്ങനെ വിഷ്വലൈസ് ചെയ്യും, ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കും എന്നുള്ള ആങ്സൈറ്റി എല്ലാവർക്കും ഉള്ള പോലെ നമ്മുടെ ഫാമിലിക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂവി കണ്ടിട്ട് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സംയുക്ത വിളിച്ച് പറയാമെന്ന് പറയില്ലേ, നമ്മളെ ചാർജ് ചെയ്യാമെന്ന് പറയില്ലേ. തീർച്ചയായിട്ടും ഞാൻ ഇനി ഇത്തരം സിനിമകൾ ചെയ്യാൻ എനിക്കൊരു എനർജിയാണ് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ പ്രേക്ഷകർ കാണുക കൂടെ ചെയ്തുകൊണ്ട് പ്രേക്ഷകർ തന്നെ എനർജിയും കൂടെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരം സിനിമകൾ ചെയ്യാനായിട്ട്. ഇത് ചെറുകഥയായപ്പോൾ ഞാൻ എല്ലാവരും വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് തിരക്കഥയാവുന്നതിന് മുമ്പ് എന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു ഉണ്ണിയുടെ മനസ്സിൽ ഞാനുണ്ടാവുമായിരിക്കും, ഇവരെന്നെ കാണുന്നതാണ്, ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കഷൻ ഇരിക്കുന്നതാണ്. പിന്നെ അത് ചിലപ്പോൾ ഉണ്ണി എന്നെ കണ്ട് എഴുതിയതായിരിക്കാം സ്ക്രീൻ പ്ലേ. അപ്പോൾ ആ രീതിയിൽ എല്ലാ ഡിസ്കഷനും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഫ്ലാറ്റിൽ താമസിച്ചിട്ടാണ് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നത്. കാരണം എൻ്റെ പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു കറക്റ്റ് കുട്ടിയപ്പനെ മോൾഡ് ചെയ്തു എന്ന് പറയാമെന്ന് പറയില്ലേ, കറക്റ്റ്. ഇപ്പോൾ എനിക്കറിയില്ല, നമ്മൾ പറയേണ്ട ഏരിയയിൽ ആൾക്കാർ പറയുന്നു നല്ല ആളെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഒരു സിനിമ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ഡയറക്ടർ മനസ്സിൽ മാത്രമായിരിക്കും ഈ സിനിമയുടെ തുടക്കം. നമുക്ക് ആർക്കും അറിയില്ല ഇതെങ്ങനെയാണ് പോകുന്നതെന്ന് അറിയില്ല. പുള്ളി ഫസ്റ്റ് ഷോട്ട് പ്ലാൻ ചെയ്യുന്നു, ആ സീൻ കൺസീവ് ചെയ്യുന്നു, ഫസ്റ്റ് ഷോട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഓരോരുത്തരെ കണ്ടിട്ട് പുള്ളിയാണ് മനസ്സിൽ ഫിക്സ് ചെയ്യുക, ഇങ്ങനെ ആയിരിക്കും, അതൊക്കെയാണ് ഇന്ന ക്യാരക്ടർ, അതൊക്കെ അവൻ്റെ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ, അവരൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടീമായിട്ട് കൊണ്ടുപോകാനുള്ളൊരു കഴിവെന്ന് പറയില്ലേ, അത് ഈ ഫിലിമിനുണ്ടായിട്ടുണ്ട്. ലീലയിൽ വളരെ കംഫർട്ട് സോണിലാണ് എല്ലാ ആർട്ടിസ്റ്റിനെയും ട്രീറ്റ് ചെയ്തത്. എല്ലാവരെയും ആ രീതിയിൽ നോക്കിയിട്ട് ആരെയും ഓവർ റെസ്ട്രിക്റ്റ് ചെയ്യാതെ എല്ലാവരും ചെയ്തിട്ട് ഇതിൽ കുഴപ്പമുണ്ടെങ്കിൽ മാത്രം പറയുക, വേണ്ടത് മാത്രം എടുക്കുക എന്ന് പറയില്ല, ആ രീതിയിൽ വളരെ പ്ലാൻഡ് ആയിരുന്നവർ. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇതൊരു വൺ ടീം വർക്കാണ് സിനിമ, വൺ ടീം വർക്കാണ്. വെറുതെ എല്ലാവരെയും പൂഴ്ത്തി പറയാൻ വേണ്ടി പറയില്ല, വൺ ടീം വർക്കാണ് സിനിമ. കാരണം ഇങ്ങനത്തെ ഒരു സിനിമ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ ഇതൊരു ഭയങ്കര ഒരു ആർട്ട് ഫിലിമാണോ, ഒരു അക്കാഡമിക് ലെവലിൽ മാത്രം ചിന്തിക്കേണ്ട സിനിമയാണ്, ഭയങ്കര സീരിയസ് അപ്രോച്ചോടുകൂടി ചെയ്യേണ്ട സിനിമയാണെന്നുള്ള രീതിയിലാണ് എൻ്റെ ക്രൂ ആദ്യം ബാക്കി ടെക്നിക്കൽ സൈഡിലെല്ലാവരും നിന്നിരുന്നത്. ഫിലിമിൻ്റെ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് സെക്കൻഡ് ഷോട്ട് ആയപ്പോഴേക്കാണ് ആൾക്കാർക്ക് മനസ്സിലാകുന്നത് ഇത് ഹ്യൂമർ ലൈനിലാണല്ലോ കുട്ടിയപ്പൻ ക്യാരക്ടർ പോണേന്നുള്ളത്. ഞാൻ രഞ്ജിയോട് ചോദിച്ചു, രഞ്ജിയേട്ടാ അത് കുട്ടിയപ്പൻ ഹ്യൂമറിലാണ്. കുട്ടിയപ്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിയപ്പൻ്റെ ഭ്രാന്താണ് ഈ സിനിമ. കുട്ടിയപ്പൻ്റെ ഭ്രാന്തുകൾ കണ്ട ആൾക്കാർ ചിരിക്കും, പക്ഷേ കുട്ടിയപ്പൻ വളരെ സിൻസിയറായിട്ട് ചെയ്യുന്നതാണ്. കുട്ടിയപ്പൻ്റെ കഥാപാത്രം അതാണ്, ഇയാൾക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് മീൻസ് ഇയാൾ കാലത്തിൻ്റെ ഇന്ന ചെയ്യണം, അത് സമൂഹത്തിന് ചിലപ്പോൾ ഇഷ്ടാവില്ല, വേറെ ആൾക്ക് ഇഷ്ടാവില്ല. പക്ഷേ ഇയാൾ ചെയ്യുന്നത് ശരി എന്ന് വിചാരിച്ച് ഇയാൾ കാലത്തിൻ്റെ ഒരു കാര്യം ചെയ്യുന്നു, ആ സിനിമയോട് അത് ചിരിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം, നമ്മളതിന് ഹ്യൂമർ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു ഹ്യൂമർ ടച്ച് ഈ ഫിലിമിനുണ്ടാകുന്നത്. പിന്നെ ടുവേർഡ്സ് എൻഡ് മാത്രമാണ് ഇത്
വേറൊരു ലൈനിലേക്ക് പോകുന്നതെന്ന് പറയും. പ്ലീസ് എൻറ്റയർ ടീം വർക്ക് വളരെ കംഫർട്ട് സോണിൽ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റിയ ആംബിയൻസ് ഉണ്ടായി. ഹാറ്റ്സ് ഓഫ് ടു ഉണ്ണി, ഹാറ്റ്സ് ഓഫ് ടു രഞ്ജിയേട്ടൻ, ഹാറ്റ്സ് ഓഫ് ദ എൻറ്റയർ ക്രൂ.